വലിയൊരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയാണ് പരാതി നൽകിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. വീണ്ടും ലൈംഗിക പീഡന പരാതിയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം വീണ്ടും വീണ്ടും പരാതികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ബാംഗ്ലൂരിലെ യുവതിയുടെ പരാതി എന്ന് പറയുന്നത്, 23-കാരിയുടെ പരാതി എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഇത് നേരത്തെ ഉള്ള പരാതിയാണോ അതോ പുതിയതായി ഇപ്പോൾ ഈ വിഷയത്തിന് ശേഷം വന്ന ഒരു പ്രശ്നമാണോ? വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വീണ്ടും ഒരു ലൈംഗിക പീഡന പരാതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കുരുക്കുകളിലേക്ക് പോവുകയാണോ എന്ന ഒരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. കാരണം ഇയാൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നത് ഇനിയും പരാതികൾ ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു. ഇപ്പോൾ അത് ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീണ്ടും വീണ്ടും പരാതികൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങി വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംശയമില്ല, വലിയ കുരുക്കുകൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇതിപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? ഈ സമയത്ത് തന്നെയാണോ, ഈ വിഷയത്തിനോട് ചേർന്നാണോ, അതിനുശേഷമാണോ ഈ പ്രശ്നമുണ്ടായത്? ഈ മലയാളിയല്ലാത്ത ബംഗളൂരു സ്വദേശിയായ പെൺകുട്ടിയാണോ പരാതിക്കാരി? രഞ്ജിത്ത്, മറ്റൊരു പരാതി കൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരികയാണ്. അതും ലൈംഗിക പീഡന പരാതി തന്നെയാണ്. ബാംഗ്ലൂർ സ്വദേശിയായ 23-കാരിയാണ്, മലയാളി പെൺകുട്ടിയാണ്. പക്ഷേ ബാംഗ്ലൂരിലാണ് ഇവർ താമസിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കി എന്ന കാര്യമാണ് ഈ പെൺകുട്ടി പറയുന്നത്. AICC നേതൃത്വത്തിനടക്കമാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫോൺ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുള്ള അന്വേഷണ സംഘം, അതായത് മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് ഈ പെൺകുട്ടിയെയും ക്രൈംബ്രാഞ്ച് ബന്ധപ്പെട്ടിരുന്നു. ഈ പെൺകുട്ടിയിൽ നിന്ന്, ബാംഗ്ലൂർ സ്വദേശിയായ പെൺകുട്ടിയിൽ നിന്ന് മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. 2023 ഡിസംബറിലാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം. തന്നെ പീഡനത്തിന് ഇരയാക്കിയത് 2023-ലാണെന്ന് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. നേരത്തെ പരിചയമുണ്ടായിരുന്നു, പിന്നീട് ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ പരിചയം പുതുക്കുകയായിരുന്നു. തൻ്റെ മൊബൈൽ ഫോൺ നിരീക്ഷണത്തിലായതിനാൽ ടെലഗ്രാം നമ്പർ അതുവഴിയുള്ള സംസാരത്തിന്, അങ്ങനെയുള്ള ആശയവിനിമയത്തിനാണ് രാഹുൽ മാങ്കൂട്ടം താല്പര്യപ്പെട്ടത്. ഈ ടെലഗ്രാം വഴി തുടർച്ചയായി വിവാഹ വാഗ്ദാനം നൽകി. വിവാഹകാര്യം കുടുംബത്തെ അറിയിച്ചു. കുടുംബം ആദ്യം എതിർക്കുകയാണ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായതിന് പിന്നാലെ കുടുംബം ഈ വിവാഹത്തിന് സമ്മതിച്ചുവെന്നുകൂടി പെൺകുട്ടി തൻ്റെ കത്തിൽ പറയുന്നുണ്ട്. തുടർന്ന് ബന്ധുക്കളുമായി വീട്ടിലെത്താമെന്ന് രാഹുൽ മാങ്കൂട്ടം അറിയിച്ചിരുന്നു. അവധിക്ക് നാട്ടിൽ വരുന്നതിനിടെ തനിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒറ്റയ്ക്ക് കാണണമെന്ന ആവശ്യമാണ് മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. ഫെനി നയനാൻ എന്ന സുഹൃത്ത് ഓടിച്ച വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എത്തിയത്. നമുക്കറിയാം, ഫെനി നയനാൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഈ ആദ്യത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന നടത്തിയപ്പോൾ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ആളാണ് ഫെനി നയനാൻ. ഇതേ ഫെനി നയനാൻ്റെ ഒപ്പം എത്തിയെന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയും, ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയും പറയുന്നത്. ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ എത്തിച്ചു. സ്വകാര്യത ഉറപ്പുവരുത്താനാണ് സുഹൃത്തിൻ്റെ ഹോം സ്റ്റേയിൽ എത്തിച്ചതെന്ന് പറഞ്ഞു. പിന്നാലെ രാഹുലുമായി ബന്ധപ്പെട്ട് കുടുംബം ആരോപണങ്ങൾ പറഞ്ഞു. എന്നോട് സമീപിച്ച അതേ രീതിയിൽ മറ്റുള്ളവരോടും സമീപിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് മനസ്സിലാക്കിയെന്നും പെൺകുട്ടി പറയുന്നു. പക്ഷേ ഇതുവരെ രേഖാമൂലം ഈ അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിട്ടില്ല. പോലീസിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഒന്നും തന്നെ ഈ പെൺകുട്ടിയോ പെൺകുട്ടിയുടെ കുടുംബമോ രേഖാമൂലമുള്ള പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയത്. ഈ പരാതി എന്നിരിക്കുന്ന വിനോദ് കോൺഗ്രസ് പാർട്ടിക്കാണ് അല്ലേ? AICCക്കും രാഹുൽ ഗാന്ധിക്കും മറ്റുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം കടന്നത്? ഈ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാനും തയ്യാറായിട്ടുണ്ടോ?
ഇതുവരെ അങ്ങനെ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ല, പോലീസിന് പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഗതി എന്താകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. മാത്രമല്ല, നാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു മൊഴി കിട്ടിയ കാര്യം കൂടി ക്രൈംബ്രാഞ്ച് ഒരുപക്ഷെ കോടതിയെ ബോധിപ്പിക്കും. ലഭിച്ച ഫോൺ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പെൺകുട്ടിയെ സമീപിച്ചതെന്നും പെൺകുട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്നും സ്വാഭാവികമായി ഇപ്പോൾ നമുക്ക് AICCക്ക് അയച്ച പരാതിയുടെ പകർപ്പ് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിനും ഈ പകർപ്പ് ലഭിക്കും. അങ്ങനെയെങ്കിൽ ഈ പകർപ്പിൻ്റെ വിശദാംശങ്ങൾ കൂടി കോടതിയെ ബോധിപ്പിക്കും. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിൽ രാഹുൽ ഈശ്വർ ഇപ്പോൾ തന്നെ റിമാൻഡിൽ തുടരുകയാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മേലുള്ള കുറ്റം ഗർഭചിത്രം, നിർബന്ധിത ഗർഭചിത്രമാണ്. മാത്രമല്ല, ഈ പെൺകുട്ടി 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം, നിരവധിയായ പരാതികൾ. ഇത് തുടക്കത്തിൽ ഒരു ചലച്ചിത്ര താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു. ഹൂ കെയേഴ്സ് എന്ന വാക്കുകൾ ഇയാൾ ഉപയോഗിച്ചതിന് പിന്നാലെയാണ് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. അതിന് പിന്നാലെ ട്രാൻസ്ജെൻഡർ യുവതി പരാതിപ്പെടുന്നു. പിന്നീടാണ് ഇപ്പോൾ പോലീസിന് രേഖാമൂലം പരാതി നൽകിയ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു. പോക്സോ കേസ് ഒതുക്കി തീർത്തു. തിരുവനന്തപുരത്ത് ഉള്ള ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും ഇങ്ങനെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി ആ പോക്സോ കേസ് ഒതുക്കി തീർത്തുവെന്ന ആരോപണം വരുന്നു. IAS ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിലെയും വനിതാ പ്രവർത്തകരോട് ഈ തരത്തിൽ സംസാരിച്ചു എന്ന കാര്യം പറയുന്നുണ്ട്. ഈ പരാതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗർഭിണിയാകണം അല്ലെങ്കിൽ വിവാഹം കഴിക്കണം എന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരേ രീതിയിൽ പല ആളുകളോട് സംസാരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരാതിയിൽ നിന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇത് പോലീസിന് മുന്നിൽ പരാതി എത്തുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയും ചെയ്യുന്ന കേസിലും സമാന സാഹചര്യമായിരുന്നു. ആദ്യം പരാതി ഔദ്യോഗികമായി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആ പരാതി വന്നതും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നതും. അത് നിരവധി വകുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചുമത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഈ ഇപ്പോൾ പരാതിക്കാരി ഏത് പരാതിയുടെ പേരിലാണ് അന്വേഷണം നടക്കുന്നത്, അതേ അവസ്ഥ തന്നെയാണ് ഈ പെൺകുട്ടിക്കും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗർഭിണിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇയാൾ ബന്ധപ്പെട്ടത് എന്നറിയുന്നു. അതിക്രൂരമായുള്ള ബലാത്സംഗവും പീഡനവും മറ്റുമാണ് ഇയാൾ നടത്തിയത് എന്ന വിവരം കൂടിയാണ് ഈ പരാതിയിൽ ഉള്ളത്. ഇത് വളരെ ഗൗരവമായ ഒന്നാണ്. പാർട്ടി നേതൃത്വം ഈ പരാതി ലഭിച്ചതിന് ശേഷം അവർ സ്വീകരിച്ച നടപടി എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയപ്പോൾ സ്വാഭാവികമായും അത് പോലീസിന് കൈമാറേണ്ട സാഹചര്യമുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ട്. അതൊക്കെ ഇല്ലാതെ ഇത് മൂടിവെക്കാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപമുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, ഇവിടെ കോൺഗ്രസിൻ്റെ ചില നിലപാടുകൾ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം ഇതിൽ നടപടിയെടുത്തു എന്ന് കോൺഗ്രസ് പറയുമ്പോൾ, ഇയാൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയെന്ന് പറയുമ്പോഴും പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പൊതുപരിപാടികളിൽ വേദി പങ്കിടുന്ന നിലയിൽ തന്നെ കാര്യങ്ങളെത്തി. ഈ ശ്രീകണ്ഠനൊക്കെ വലിയ തോതിൽ ന്യായീകരിക്കുന്ന നിലയിലേക്ക് രംഗത്ത് വന്നിരുന്നു. അല്ലെങ്കിൽ